Good morning, my dear students. Let's continue the chapter Learning the Game by Sachin Tendulkar. We already understood that this is an extract taken from Sachin's autobiography, Play It My Way. Then we studied that Sachin changed his school to Shadrashram Vidyamandir School. Why Sachin changed his school? Because Sachin wanted to concentrate more on his cricket to get the training of Ramakant Achrekar sir. That's why he changed his school to Shadrashram Vidyamandir School. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു സച്ചിൻ ശാദ്രാശ്രം വിദ്യാമന്ദിർ സ്കൂളിലേക്ക് സ്കൂൾ മാറി എന്നുള്ളത്. രാമകാന്ത് ആച്രേക്കർ സാറുടെ ശിക്ഷണത്തിൽ രാമകാന്ത് ആച്രേക്കർ സാറുടെ ട്രെയിനിങ് ലഭിക്കുന്നതിന് വേണ്ടിയും സച്ചിന് കൂടുതലായിട്ട് ക്രിക്കറ്റ് കളിയിൽ കോൺസെൻട്രേറ്റ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമായിരുന്നു സച്ചിൻ സ്കൂൾ മാറിയത്. In the first year in Shadrashram Vidyamandir School, Sachin's training was very strict and continuous. His training would start from 7:30 in morning to 4:30 in evening. ശാദ്രാശ്രം വിദ്യാമന്ദിർ സ്കൂളിലെ ആദ്യത്തെ വർഷം സച്ചിൻ ഉണ്ടായിരുന്ന ട്രെയിനിങ് വളരെ സ്ട്രിക്റ്റും കണ്ടിന്യൂസുമായിരുന്നു. രാവിലെ 7:30 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെ കണ്ടിന്യൂസ് ട്രെയിനിങ് ആയിരുന്നു സച്ചിൻ അവിടെ ഉണ്ടായിരുന്നത്. In the first 2 months during the summer break of 60 days, he played total 55 matches. ആദ്യത്തെ 2 മാസത്തിനിടയ്ക്ക് സമ്മർ വെക്കേഷനിലെ ആദ്യത്തെ 2 മാസത്തിനിടയ്ക്ക് സച്ചിൻ 55 കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. During the break of 4:30 to 5 p.m., Achrekar sir sometimes gave him some money to buy vada pav. Vada pav is the very popular fast food in Mumbai. 4:30 മണി മുതൽ 5 മണി വരെയായിരുന്നു സച്ചിനെ ആച്രേക്കർ സർ നൽകിയ ബ്രേക്ക്. ഈ ബ്രേക്കിന്റെ സമയത്ത് ആച്രേക്കർ സർ പലപ്പോഴും അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു. എന്തിനായിരുന്നു? മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ വടപ്പാവ് വാങ്ങിക്കഴിക്കാനായി. Here Achrekar sir really motivated Sachin. Then again Sachin's training started from 5 p.m. to 7 p.m. During the last 15 minutes, Achrekar sir would place a 1 rupee coin on the stump. Then he would ask Sachin, without losing this coin from the stump. At that time, Sachin had to bat all the balls of around 60 or 70 players were fielding there. Sachin would try level best not to lose this coin. If Sachin played without losing this 1 rupee coin, that coin would be Sachin's. Here really Achrekar sir motivated Sachin how to concentrate more on his cricket when he was totally tired. ഈ അവസാനത്തെ സെഷൻ 5 മണി മുതൽ 7 മണി വരെയുള്ള സെഷനില് അവസാനത്തെ 15 മിനിറ്റിൽ ആച്രേക്കർ സർ ഒരു 1 rupee കോയിൻ കൊണ്ടുവന്ന് സച്ചിന്റെ സ്റ്റമ്പിന്റെ മുകളിൽ വെക്കുമായിരുന്നു. എന്നിട്ട് സച്ചിനോട് അദ്ദേഹം ആവശ്യപ്പെടുമായിരുന്നു ആ 1 rupee കോയിൻ താഴെ വീഴാതെ അവസാന നിമിഷം വരെ കളി തുടരും. അങ്ങനെ അവസാന നിമിഷം വരെ ഈ 1 rupee കോയിൻ താഴെ വീഴാതെ കളിക്കാൻ കഴിഞ്ഞാൽ ആ 1 rupee കോയിൻ സച്ചിൻ എടുക്കാമായിരുന്നു. അപ്പൊ ശരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സച്ചിനെ ഇത് ശരിക്കും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഈ 1 rupee കോയിൻ സ്വന്തമാക്കാൻ വേണ്ടി സച്ചിൻ വളരെ ശ്രദ്ധയോടെ അത് താഴെ വീഴാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമായിരുന്നു. ഇവിടെ ശരിക്കും ആച്രേക്കർ സർ സച്ചിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ വളരെ ക്ഷീണിച്ചിരിക്കുന്ന സച്ചിനെ എങ്ങനെ കളിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാം എന്നതായിരുന്നു സച്ചിനെ ആച്രേക്കർ സർ ഇവിടെ പഠിപ്പിച്ചത്. As the last part of a day's training, Achrekar sir would tell Sachin to run around Shivaji Park 2 times with his gloves and pads. ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന്റെ അവസാന ഭാഗം എന്ന നിലയിൽ ആച്രേക്കർ സർ സച്ചിനോട് ആവശ്യപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഗ്ലൗവും പാഡും ധരിച്ചുകൊണ്ട്
ശിവാജി പാർക്കിന് ചുറ്റും 2 പ്രാവശ്യം ഓടാനായിരുന്നു. ഇതായിരുന്നു ഒരു ദിവസത്തെ ട്രെയിനിങ്ങിൽ അവസാനമായി സച്ചിന് ചെയ്യാനുണ്ടായിരുന്നത്. Here Sachin tells us this strict and continuous training under Ramakant Acharya sir in this Shadrashram Vidya Mandir school helped Sachin to build his mental and physical stamina. ഇവിടെ സച്ചിൻ നമ്മോട് പറയുന്നത് ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആൻഡ് സ്ട്രിക്റ്റ്, വളരെ നിയന്ത്രണത്തിലും തുടർച്ചയായുമുള്ള പരിശീലനം, രാമകാന്ത് അച്രേക്കർ സാറുടെ നിയന്ത്രണത്തിലുള്ള ഈ പരിശീലനം വഴി സച്ചിനെ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ആയിട്ടും മെന്റൽ ആയിട്ടുമുള്ള സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായകമായി എന്നുള്ളതാണ്. Sometimes Sachin's father would come to Shivaji Park to take Sachin to home. At that time, Sachin wanted from his father to buy him some special cocktail food. Sachin's father was really a loving father. He bought what Sachin wanted. Here Sachin tells us that his father had to take care of his brothers and sisters besides him. He was not bothered about it in those days. ചിലപ്പോഴൊക്കെ സച്ചിന്റെ ഫാദർ സച്ചിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ശിവാജി പാർക്കിലേക്ക് വരാറുണ്ടായിരുന്നു. ആ സമയത്ത് സച്ചിൻ എല്ലാ ദിവസവും സച്ചിന്റെ ഫാദറിന്റെ അടുത്ത് ഫുഡ് ആവശ്യപ്പെടുമായിരുന്നു. സച്ചിന്റെ ഫാദർ വളരെ നല്ലൊരു അച്ഛനായതുകൊണ്ട് തന്നെ സച്ചിൻ ആവശ്യപ്പെടുന്നതൊക്കെ അവനക്ക് വാങ്ങിക്കൊടുക്കുന്ന ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. Here Sachin tells us that he was not matured in those days to think about it. His father had to take care of his brothers and sisters besides him. ഇവിടെ സച്ചിൻ നമ്മോട് പറയുന്നത് സച്ചിന് അന്ന് ചിന്തിക്കാനുള്ള പക്വതയില്ലായിരുന്നു. എങ്ങനെ അവനെ കൂടാതെ അവന്റെ ഫാദറിനെ, അവന്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും നോക്കേണ്ട ബാധ്യത കൂടി ഉണ്ട് എന്നുള്ള കാര്യം. Then Sachin tells here one of his bitter experience he had during this time. What is that? Sometimes he had to go home alone from the Shivaji Park. At that time he had to go by bus. When he entered to this bus, the bus conductor would angry to him because Sachin was a child without his all the cricket kit bag with him. All this made him embarrassment. What is mean by embarrassment? Embarrassment means a confusion what to do. സച്ചിൻ ഒരു സങ്കടകരമായ അനുഭവം ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ സച്ചിന് ശിവാജി പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് സച്ചിൻ ബസ്സിലായിരുന്നു വീട്ടിലേക്ക് പോയിരുന്നത്. അതിന് ബസ്സിൽ കയറുന്ന സമയത്ത് ബസ് കണ്ടക്ടർ പലപ്പോഴും സച്ചിനോട് കയക്കുമായിരുന്നു. അവന്റെ കൂടെ അവന്റെ ക്രിക്കറ്റ് കിറ്റ് ബാഗും എല്ലാം കൂടെ ആവുമ്പോൾ 2 ആളെ സ്പേസ് വേണം എന്ന് പറഞ്ഞ് 2 ടിക്കറ്റിന്റെ ചാർജ് വേണമെന്നൊക്കെ പറഞ്ഞ് അവരോട് പലപ്പോഴും ശകാരിക്കുമായിരുന്നു. Even though Sachin loved cricket, he loved to play with his colony friends. One day he was playing with his colony friend. At that time, Acharya sir came to his house and picked him on the spot and drove him to the Shivaji Park. ക്രിക്കറ്റ് വളരെ ഇഷ്ടമായിരുന്നെങ്കിലും തന്റെ വീടിനടുത്തുള്ള കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാനും സച്ചിന് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം സച്ചിൻ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആചരേക്കർ സർ അവനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയും ഓൺ ദ സ്പോട്ടിൽ അവനെ പിടിച്ച് ശിവാജി പാർക്കിലെ ട്രെയിനിങ്ങിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. Thus, on the drive to this Shivaji Park, Acharya sir told him, "You don't waste your time, Sachin. You don't waste your time playing with these kids. The cricket world is waiting for you." സച്ചിനെയും കൊണ്ട് ശിവാജി പാർക്കിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സച്ചിനോട് അദ്ദേഹം പറഞ്ഞു, "സച്ചിൻ, നീ ഈ കുട്ടികളുടെ കൂടെ കളിച്ച് നിന്റെ സമയം വേസ്റ്റ് ആക്കാനുള്ളതല്ല, മറിച്ച് ക്രിക്കറ്റ് ലോകം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്." സച്ചിൻ tells us he felt sheepish. What's mean by sheepish? Sheepish means നാണം. When he thinks about this incident, he felt sheepishness. മുതിർന്ന ആളായതിനു ശേഷം ഈ സംഭവത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ
എനിക്ക് പലപ്പോഴും അതിൽ നാണം തോന്നാറുണ്ട്, ലജ്ജ തോന്നാറുണ്ട് എന്നുള്ള കാര്യം സച്ചിൻ ഇവിടെ പറയുന്നു. He really admires ആച്രേക്കർ സാർസ് far-sightedness. ആച്രേക്കർ സാറുടെ ആ ദീർഘവീക്ഷണത്തെ സച്ചിൻ യഥാർത്ഥത്തിൽ ഇവിടെ ആരാധിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. Then Sachin recollects one more occasion. On that occasion, Achrekar sir punished him. For what? One day, Sachin bunked his session in Shivaji Park. Bunked means skip, cut. One day, Sachin bunked his session in Shivaji Park and went to watch the inter-school cricket match. He never expected Achrekar sir would be there, but Achrekar sir was there. He picked Sachin and scolded him. Achrekar sir was very angry to Sachin, telling this. It is not Sachin to come and watch this play, but if Sachin hard work and practice well, the people around the world would come and watch Sachin's play. ഇവിടെ സച്ചിൻ നമ്മോട് പങ്കുവെക്കുന്നത് മറ്റൊരു അനുഭവമാണ്. ഒരിക്കൽ ആച്രേക്കർ സർ സച്ചിനോട് ദേഷ്യപ്പെടുകയുണ്ടായി. എന്തിനായിരുന്നു? ഒരു ദിവസം ശിവാജി പാർക്കിലെ ട്രെയിനിങ് സെഷൻ കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണുവാനായി സച്ചിൻ പോവുകയുണ്ടായി. പക്ഷെ സച്ചിൻ ഒരിക്കലും അവിടെ ആച്രേക്കർ സാർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ആച്രേക്കർ സാർ ഉണ്ടായിരുന്നു. ആച്രേക്കർ സാർ അവനെ അവിടുന്ന് കാണുകയും അവനെ അവിടെ ചീത്ത പറയുകയും ചെയ്തു. അവിടെ ആച്രേക്കർ സാർ സച്ചിനെ നന്നായി ശകാരിച്ചു. സച്ചിൻ, നീ ഇവിടെ ഈ കുട്ടികൾ കളിക്കുന്ന കളി കാണുവാനുള്ള ആളല്ല നീ, മറിച്ച് നീ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ സച്ചിൻ കളിക്കുന്നത് കാണുവാനായിട്ട് വന്നെത്തുന്ന ദിവസം എത്തുമെന്ന് പറഞ്ഞു. At last Sachin says, Sachin's life owes to this Achrekar sir. സച്ചിൻ പറയുകയാണ്, സച്ചിന്റെ ജീവിതം തന്നെ ആച്രേക്കർ സാറിന് കടപ്പെട്ടിരിക്കുന്നു. ആച്രേക്കർ സാർ എന്നുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് സച്ചിൻ എന്നുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഈ ലോകത്ത് ഉണ്ടാവുമായിരുന്നില്ല എന്ന് സച്ചിൻ പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നു.